ബി.ജെ.പി. തൃശൂർ ജില്ലാ അധ്യക്ഷനെ സ്ഥിരം കുറ്റവാളിയാക്കി അദ്ദേഹത്തിനെതിരെ കേസ് ചുമത്തിയതിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകുന്നു. ലിഷോ, ഇതെവിടെയാണ് പ്രതിഷേധം, എവിടെയാണ് നടക്കുന്നത്? തൃശൂർ DIG ഓഫീസിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. 1000-ഓളം പ്രവർത്തകർ എത്തി DIG ഓഫീസിന് മുന്നിൽ ഏകദേശം 100 മീറ്റർ മുൻപായി പോലീസ് ബാരിക്കേഡ് വെച്ച് ഹൈറോഡിൽ വെച്ചാണ് തടഞ്ഞിരിക്കുന്നത്. ഈ തടഞ്ഞ സ്ഥലത്ത് ബാരിക്കേഡുകൾ തള്ളി മറികടക്കാനായി ശ്രമം ഇപ്പോൾ പുരോഗമിച്ചു. ആ സമയത്താണ് പോലീസ് അതിനെ തടയുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്നത്. അതായത് അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളിയാക്കിക്കൊണ്ട് കാപ്പ ചുമത്തി നാട് കടത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഹൈറോഡിലാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ച് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡ് തള്ളി താഴെയിട്ട് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു, പിന്നീട് പോലീസ് അതിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം സ്ഥലത്ത് തുടരുകയാണ്. BJP ജില്ലാ അധ്യക്ഷനെതിരെ 107 വകുപ്പ് ചുമത്തി സ്ഥിരം കുറ്റവാളിയാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ BJPയുടെ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകരെത്തി ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. MC രമേശാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ MC രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥലത്തെത്തും. ഈ തൃശൂർ BJP ഓഫീസിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ടിലൂടെ ഹൈറോഡിലേക്ക് കടന്നാണ് പ്രതിഷേധക്കാർ ഈ DIG ഓഫീസിനടുത്തേക്ക് എത്തിയത്. DIG ഓഫീസിന് മുൻപിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. ജലപീരങ്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. ഈ ഒരു പ്രതിഷേധ സമരം ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ലിഷോ, ഇത് ഈ ഇത്തരത്തിൽ കാപ്പ ചുമത്താനുള്ള നീക്കമൊക്കെ നടക്കുന്നു എന്നുള്ളത് ആരോപണം മാത്രമാണോ? എന്താണ് അതിൽ സംഭവം? ഒപ്പം തന്നെ തൃശ്ശൂരിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ആ ഒരു വർദ്ധിത വീര്യമൊക്കെ ഇത് നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോഴും വലിയ ശക്തി ആർജിച്ച് തന്നെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു വർദ്ധിത വീര്യത്തോടു കൂടിയാണോ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുന്നത്? തീർച്ചയായും. അതായത് ഈ KK അനീഷ് കുമാറിനെതിരെ 107 വകുപ്പ് പ്രകാരം നടപടിയെടുക്കണമെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണഗതിയിൽ സ്ഥിരം കുറ്റവാളികൾക്ക്, അതായത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥിരം കുറ്റവാളികൾക്ക് നേരെ ചുമത്തുന്ന വകുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്താറില്ല. അതായത് ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ തൃശ്ശൂരിലെ BJPയുടെ വിജയത്തിന് പിന്നാലെ തന്നെ ഈ ജില്ലാ അധ്യക്ഷനെതിരെ ഈ വകുപ്പ് ചുമത്തിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രധാനമായും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിയതിനു ശേഷം ആ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി പ്രസംഗിച്ച സ്ഥലത്ത് KSU പ്രവർത്തകർ ചാണകവെള്ളം തെളിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. അതിനെ BJP പ്രവർത്തകർ ചെറുത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. അന്നൊരു സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ടായിരുന്നു. ഇതിൽ KSUക്കാരെ ആക്രമിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ അനീഷ് കുമാറിനെതിരെ ഈ നടപടി കൂടി, അതായത് 107 വകുപ്പ് ചുമത്താനുള്ള നടപടി കൂടി എടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സമരം ചെയ്യുമ്പോൾ ഉൾപ്പെടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരെ എടുക്കാറുള്ള കേസുകൾ മാത്രമാണ് നിലവിൽ ഈ KK അനീഷ് കുമാറിനെതിരെ ഉള്ളതെന്നാണ് BJP പ്രവർത്തകർ വ്യക്തമാക്കുന്നത്, BJP നേതാക്കളും വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ ഇത്തരം ഒരു പ്രവൃത്തി പോലീസിന് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്നാണ് BJP ആരോപിക്കുന്നത്. അതായത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം CPMനെയും അതുപോലെ തന്നെ സർക്കാരിനെയും വലിയ തോതിൽ തുടിപ്പിച്ചിട്ടുണ്ടെന്നാണ് BJP ആരോപിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത്തരത്തിൽ ഒരു വലിയ തോതിൽ BJPക്കെതിരെ ഒരു കേസെടുത്ത് BJP ജില്ലാ അധ്യക്ഷനെ ഉൾപ്പെടെ ജയിലിലടയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതെന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം പുരോഗമിക്കുന്നത്. ഏകദേശം 1000-ഓളം പ്രവർത്തകരാണ് ഹൈറോഡിലേക്ക് നിലവിലെത്തിയിരിക്കുന്നത്. ഇതിനെ തടഞ്ഞ് പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്.
നിലവിൽ ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകർ പിൻവാങ്ങുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് അത് വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ച BJP തൃശൂർ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിനെതിരെ നടക്കുന്ന പോലീസ് നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJP പ്രവർത്തകർ വലിയ വർദ്ധിത വിവരത്തോടുകൂടി തന്നെ വലിയ പ്രതിഷേധം അവിടെ കാഴ്ചവെക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഇനിയും വീണ്ടും ഒരു കേസിൽപ്പെട്ടാൽ കാപ്പ ചുമത്തും, പിന്നീട് നാടുകടത്തൽ നടപടികളിലേക്കൊക്കെ നീങ്ങുമെന്നുള്ള പോലീസ് നീക്കം, അത്തരത്തിലുള്ള നീക്കം നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പ്രസിഡന്റിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്.